Hi, welcome to Lash Class. BA English Introduction to the World of Literature വെസ്റ്റേൺ വിൻഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. മിഡീവിയൽ പീരീഡിൽ നിന്നുള്ള ചെറിയൊരു റൊമാൻറ്റിക് പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ ഒരു അനാലിസിസും അതിലെ ഇമ്പോർട്ടൻ്റ് തീംസും പോയിന്റ്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. വെസ്റ്റേൺ വിൻഡ്, വെൻ വിൽ ദോ ബ്ലോ, ദ സ്മോൾ റെയിൻ ഡൗൺ ക്യാൻ റെയിൻ. പോയിട്ട് ഇവിടെ കാറ്റിനോടാണ് സംസാരിക്കുന്നത്. വെൻ വിൽ ദോ ബ്ലോ, എപ്പോഴാണ് നീ വീശുന്നത്. ദ സ്മോൾ റെയിൻ ഡൗൺ ക്യാൻ റെയിൻ, അങ്ങനെ ആ കാറ്റിനൊപ്പം ചെറിയൊരു മഴ പെയ്യുന്നത്. ക്രൈസ്റ്റ്, ഇഫ് മൈ ലവ് വെർ ഇൻ മൈ ആംസ് ആൻഡ് ഐ ഇൻ മൈ ബെഡ് അഗെയിൻ. അതിനുശേഷം പോയിട്ടൊരു പ്രെയറാണ്, ഒരു പ്രാർത്ഥനയാണ് പറയുന്നത്. ഇഫ് മൈ ലവ് വെർ ഇൻ മൈ ആംസ്, എൻ്റെ പ്രിയപ്പെട്ടയാൾ എൻ്റെ കൈകളിൽ, എൻ്റെ ആലിംഗനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ. ആൻഡ് ഐ ഇൻ മൈ ബെഡ് അഗെയിൻ, ഞാൻ എൻ്റെ ബെഡിലായിരുന്നുവെങ്കിൽ. സോ ഇവിടെ നമ്മൾ കാണുന്നത് രണ്ട് പ്രാർത്ഥനകളാണ്, അല്ലെങ്കിൽ രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന് കാറ്റിനോടാണ്, എപ്പോഴാണ് നീ വീശുന്നത്, എപ്പോഴാണ് നീ ചെറിയൊരു മഴ പെയ്യുന്നത് എന്നുള്ളതും. പിന്നീട് ദൈവത്തിനോടാണ് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടയാൾ എൻ്റെ കൈകളിൽ, എൻ്റെ ആലിംഗനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു നേരത്തെ കാറ്റിനോടും മഴയോടും പ്രിയപ്പെട്ടയാൾ അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആൾ വരുന്നതിനെ കുറിച്ചിട്ട് കമ്പയർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഈ പോയത്തിൽ കാണുന്നത്. ഇനി പോയത്തിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും തീംസുമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മിഡീവിയൽ പീരീഡിൽ നിന്നുള്ള അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പോയം എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് വെച്ചുകൊണ്ടാണ് നമ്മൾ അർത്ഥത്തിലൊരു വിലയിരുത്തൽ നടത്തുന്നത്. അപ്പോൾ നമ്മൾ വായിച്ച സ്പെല്ലിങ്ങിലല്ല ഈ പോയം ആക്ച്വലി എഴുതിയിട്ടുള്ളത്, അത് മോഡേൺ ഇംഗ്ലീഷിലേക്ക് നമ്മൾ മാറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ ഓതർഷിപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ പോയം ഈസ് അനോണിമസ്. ഇത് ആരാണ് എഴുതിയത് എന്നുള്ളത് നമുക്കറിയില്ല. ഇതിങ്ങനെ തലമുറകളായിട്ട് ആളുകൾ ഇങ്ങനെ പാടി കൈമാറി വന്നിട്ടുള്ള ഒരു പോയമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ആരാണ് എഴുതിയത് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഇനി ഇതിലെ തീമാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ലോങ്ങിങ് ആൻഡ് ഡിസയർ, ഒരു കാത്തിരിപ്പാണ് നമുക്കിവിടെ ഒരു പ്രധാനപ്പെട്ട തീമായിട്ട് കാണാൻ കഴിയുന്നത്. പ്രൈമറി തീം ഇസ് സ്പീക്കേഴ്സ് ഡീപ്പ് ലോങ്ങിങ് ഫോർ ദെയർ ലവർ. അവരുടെ പ്രിയപ്പെട്ട പ്രണയിക്കുന്ന ആള് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് നമ്മൾ ഈ പോയത്തിൽ കാണുന്നത്. ഇമേജറി ഓഫ് ദ വെസ്റ്റേൺ വിൻഡ് ബ്ലോവിംഗ് ഈ സിംബോളിക് ഓഫ് ചേഞ്ച് ഓർ ദി അറൈവൽ ഓഫ് സംതിങ് ഡിസൈഡ്, ഇൻ ദിസ് കേസ് റീയൂണിയൻ വിത്ത് ദ ബിലൗഡ്. ഇനി കാറ്റ് വരുന്നത് അവിടെ സൂചിപ്പിച്ചിരുന്നു, കാറ്റിന്റെ കൂടെ മഴ, അതായത് അവിടെയുള്ള അന്തരീക്ഷത്തിന് ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒന്നായിട്ടാണ് ആ കാറ്റിനെ അവിടെ കാണിക്കുന്നത്. അതുപോലെ നമ്മുടെ പോയറ്റിന്റെ ലൈഫിലും ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒന്നായിട്ടാണ് ഈ ഒരു ലവറിന്റെ വരവിനെ അവിടെ കാണിക്കുന്നത്. അത്തരത്തിൽ ഈ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് നമ്മൾ ഈ പോയറ്റിൽ തീമായിട്ട് കാണുന്നത്. പിന്നെ വരുന്നത് നേച്ചർ ആൻഡ് ലവ് ആണ്. നമ്മൾ പൊതുവിൽ റൊമാൻറ്റിക് പോയംസിലൊക്കെ കാണുന്ന ഒന്ന് തന്നെയാണ്. നാച്ചുറൽ എലിമെന്റ്സ് വിൻഡ് ആൻഡ് റെയിൻ ആർ യൂസ് ടു മെറ്റഫോറിക്കലി എക്സ്പ്രസ് ദ സ്പീക്കേഴ്സ് ഇമോഷൻസ്. കാറ്റിനെയും മഴയെയും ഇവിടെ സ്പീക്കറിന്റെ ഇമോഷൻസ് കൺവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെറ്റഫേഴ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ദ വെസ്റ്റേൺ വിൻഡ് അസോസിയേറ്റഡ് വിത്ത് വാംത്ത് ആൻഡ് ചേഞ്ച് ബിക്കംസ് എ സിംബൽ ഓഫ് ഹോപ്പ് ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് റീയൂണിയൻ. വെസ്റ്റേൺ വിൻഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അറ്റ്മോസ്ഫിയറിനകത്ത് അവരുടെ മഞ്ഞുകാലം കഴിഞ്ഞിട്ട് വസന്തകാലം വരുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഈ വെസ്റ്റേൺ വിൻഡ് വരുന്നത്. അപ്പൊ അത്തരത്തിൽ വസന്തം വരിക അല്ലെങ്കിൽ ഈ മഞ്ഞുകാലം അവസാനിക്കുക എന്നുള്ള ഒരു മാറ്റം വരുന്ന ഒന്നായിട്ടാണ് നമ്മൾ വെസ്റ്റേൺ വിൻഡിനെ കാണുന്നത്. അതുപോലെയാണ് ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടയാള് കടന്നു വരുന്നതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ആ തരത്തിൽ ഈ ലവും നേച്ചറും തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളൊരു കാര്യം നമ്മൾ ഈ പോയത്തിൽ കാണുന്നുണ്ട്. ഇനി പോയത്തിന്റെ ലാംഗ്വേജ് സ്ട്രക്ചർ എന്നതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് കാണാവുന്ന പോലെ സിമ്പിൾ ലാംഗ്വേജ് ആണ്. ദ ലാംഗ്വേജ് ഈസ് സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് അൺഅഡോൺഡ്, അതായത് വലിയ അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ ഭാഷയിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. വിച്ച് എൻഹാൻസസ് ദി ഇമോഷണൽ സിൻസിയറിറ്റി ഓഫ് ദ പോയം. അപ്പോൾ കാര്യമായിട്ട് അലങ്കാരങ്ങളോ മറ്റൊന്നും കാണിക്കാതെ വളരെ സിൻസിയർ ആയിട്ടൊരു കാര്യം പറയുന്നത് പോലെയാണ് നമ്മൾ ഈ പോയത്തിൽ കാണുന്നത്. ദ യൂസ് ഓഫ് കോമൺ എവറിഡേ ലാംഗ്വേജ് മേക്സ് എ പോയം ആക്സസിബിൾ ആൻഡ് റിലേറ്റബിൾ. സാധാരണ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോമൺ എവറിഡേ ലാംഗ്വേജിലാണ് പോയം എഴുതിയിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം 4 ലൈൻസ് ആണുള്ളത്, 2 കപ്ലറ്റ്സ്, അതായത് 2 വരികൾ. ആദ്യത്തെ 2 വരികൾ വെസ്റ്റേൺ വിൻഡിനോട്, അടുത്ത 2 വരികൾ ദൈവത്തോട് എന്നുള്ള രീതിയിൽ 4 വരികളാണ് നമ്മൾ ഈ പോയത്തിൽ കാണുന്നത്. ഇനി പോയറ്റിക് ഡിവൈസസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. സ്പീക്കർ അഡ്രസ്സസ് ദ വിൻഡ് ഡയറക്റ്റ്ലി. അപ്പോൾ ഇദ്ദേഹം കാറ്റിനോട് നേരിട്ട് സംസാരിക്കുന്നു. അപ്പോൾ സംസാരം കേൾക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് അവിടെ കാറ്റിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം പേഴ്സോണിഫിക്കേഷൻ ആണ്.
ദിസ് ഡയറക്റ്റ് അഡ്രസ് യൂസ് ദ പോയം ആൻ ഇന്റിമേറ്റ് ആൻഡ് അർജന്റ് ടൂൺ. അപ്പോൾ വീണ്ടും ഇദ്ദേഹത്തിന്റെ കാത്തിരിപ്പ് എത്രമാത്രം തീവ്രമാണ് എന്നുള്ളതാണ് കാറ്റിനോടൊക്കെ ഇങ്ങനെ അപേക്ഷിക്കുന്നതിൽ നമ്മൾ കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോയമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.